ഹേ ഗൈസ്, നമ്മളിന്നൊരു സ്ഥലം വരെ പോകണം. കമോൺ. അപ്പോൾ നമ്മൾ കണ്ണാശുപത്രിയിൽ വന്നതാണ് സ്റ്റീവിൻ്റെ കണ്ണൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ കണ്ണിടയ്ക്ക് ഡ്രൈ ആവുന്നത് പോലെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് അവന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഞാനും അവളും അനുസരിച്ചാണ് വന്നത്. ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. വേറൊന്നും അല്ല ആലോചിച്ചത്, നമ്മുടെ ഈ നാട്ടുകാരെ അയൽക്കാരെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ നമ്മളൊരു ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിലെ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പം അവർക്ക് വല്ലാത്തൊരിതാണ്. പക്ഷെ നമുക്കൊരു ചെറിയൊരു താഴ്ച ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇവരാണ്. എന്താണിങ്ങനെ അവരുടെ വീട്ടിലെ കാര്യം ചിന്തിക്കാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? അതൊക്കെ പോട്ട്. ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സ്റ്റീവിൻ്റെ ഐസ്ക്രീമാണ് നാൻസി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ അതങ്ങ് വാങ്ങിച്ച് കുടിച്ചു. പിന്നെ അത് സംഭവം ഇതിൻ്റെ പേര് എനിക്ക് മറന്നു. പക്ഷേ അത് ചിക്കനാണ്. പക്ഷേ ചിക്കൻ റോളല്ല. ചിക്കൻ റോൾ അവിടെ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സംഭവം നൈസ്, നല്ല ടേസ്റ്റായിരുന്നു. സോറി നല്ല ടേസ്റ്റ് അല്ലായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ ഞങ്ങൾ കട്ലറ്റ് വാങ്ങിച്ചു. പിന്നെ ഷാർജ വാങ്ങിച്ചു. ഷാർജ നൈസായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും ഉണ്ടായിരുന്നു. ഭയങ്കര തിക്കായിരുന്നു. തണുപ്പെന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, ഷാർജ ഓൾറെഡി തണുപ്പാണ്, പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു. എങ്ങനെയും കുടിച്ച് തീർക്കണമല്ലോ. ചെക്കൻ അവിടെ ഒറ്റയ്ക്കിരുന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് മീശയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. മാളൂനാണെങ്കിൽ ഷാർജ കുടിച്ച് മതിയായി. ഇതെന്തോ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിരിക്കും അവൾ. കേസ് ഇവിടെ തകർത്തിവിടെ പബ്ജി കളിക്കുകയാണ് പൊന്നു. പബ്ജി നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? കുറേ പഴങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ, അതിലൊരു പഴമാണതായിരിക്കുന്നത്. എന്താ മോനെ? സ്റ്റീവും അവിടെ ലേസ് മേടിച്ചിട്ടുണ്ട്. പൊട്ടിക്കാം